ആതിര ജെയിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആതിര, ആറ്റുകാലമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന ഭക്തർക്ക് അവർക്ക് വലിപ്പച്ചെറുപ്പങ്ങളില്ല, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല, ആരെയും മാറ്റി നിർത്തുകയോ ആരെയും കൂടുതലായി സ്വീകരിക്കുകയോ ചെയ്യുന്ന മനസ്സല്ല ആറ്റുകാലമ്മയുടേത് എന്നുള്ളതൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന സവിശേഷതകൾ. പക്ഷേ എല്ലാ പൊങ്കാലകൾക്കും കൃത്യമായി എത്തുകയും ആളുകളോട് പൊങ്കാലയുടെ കാര്യങ്ങളും ഐതിഹ്യവും ഒക്കെ പറയുന്ന ധാരാളം ആളുകളും വലിയ മുഖങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതിനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ആരൊക്കെയാണ് പൊങ്കാലയിടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്, അവരുടെ വിശേഷങ്ങൾ എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരുപോലെ വന്ന് പൊങ്കാല ഇടുന്ന ഒരു മഹോത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൗരീവന്ദനം ഹോട്ടലിൻ്റെ മുന്നിലാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹോട്ടലിലാണ് ഞാനും ഗോപാലും ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു ചെറിയ കൗതുകം കൂടിയുണ്ട്. നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയിൽ എല്ലാ വർഷവും പലരും വന്ന് പൊങ്കാല ഇടാറുണ്ട്. അതിൽ താരങ്ങളുടെ പൊങ്കാല കുറച്ചുകൂടി പ്രശസ്തമാണ്. കാരണം അവരെ കാണാൻ വേണ്ടി നിരവധി ആൾക്കാരും ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം, എൻ്റെ കൂടെയുള്ള ദൃശ്യങ്ങളിൽ നോക്കിയാൽ വ്യക്തമാകും. കാരണം അവരുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ പൊങ്കാല ഇടുന്നൊരു ഹോട്ടലാണ്. എല്ലാ വർഷവും നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പേര് കൂടി അതിൽ പറയാറുണ്ട്, ചിപ്പിയുടെ പേര്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാൻ വരുന്ന ചിപ്പി അടക്കമുള്ള താരങ്ങൾ പൊങ്കാല ഇടുന്നത് ഈ ക്ഷേത്ര പരിസരത്തുള്ള ഈ ഹോട്ടലിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആൾക്കാർ കൂടി ഇവിടെ ഉണ്ട്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് സജ്ജീകരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴാൻ ഇറങ്ങിയതാണല്ലേ? ഞങ്ങൾ പൊങ്കാല എല്ലാം ഒരുക്കി വെച്ച് ഇവിടെ വന്ന് നടിമാരെയൊക്കെ ഒന്ന് കാണാനൊക്കെയുള്ള ദേശത്തേക്ക് ഇങ്ങോട്ട് വന്നതാ. ആരെയൊക്കെ കണ്ടു? സാന്ത്വനം സീരിയലിലെ അമ്മയെ കണ്ട്, അഞ്ജലിയുടെ അമ്മ, അഡ്വക്കേറ്റ് അഞ്ജലിയുടെ അമ്മയെ കണ്ടു. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നത്? 6 വർഷമായിട്ട് ഇടുന്നത്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അഞ്ചലിൽ. എന്താ ഇവിടെ വന്ന് ഇങ്ങനെ പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നടിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചല്ലേ? ആരെ കണ്ടു? അഞ്ജലിയുടെ അമ്മയെ കണ്ട്. അതായത് സാന്ത്വനത്തിൻ്റെ, അതായത് ഇവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒന്ന് കാണാം, കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം, അതുപോലെ അവരെയൊക്കെ ഒന്ന് കണ്ട് പൊങ്കാലയ്ക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പൊങ്കാലയ്ക്കുള്ള അടുപ്പുകളൊക്കെ റെഡിയാക്കി കലങ്ങളൊക്കെ നിറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തിന് വരും. ദർശനത്തിന് ശേഷം ഇനി സമയമുണ്ട്. 9:45 പൊങ്കാല ചടങ്ങുകൾക്ക് 9:15 തുടക്കമായി 9:45 പൊങ്കാലയ്ക്ക് തുടക്കമാവുകയുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയത്ത് ഇവിടെ വന്ന് അവർക്ക് പ്രിയപ്പെട്ട താരങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ആഗ്രഹത്തോടെ വന്ന് നിൽക്കുന്നവരാണ് കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ പൊങ്കാലയുടെ സമയമാകുമ്പോഴാണ് അവരൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ അവരെ കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ വന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കരുനാഗപ്പള്ളി. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നു? 10 വർഷം കൊണ്ട്. എല്ലാ വർഷവും എവിടെയാ പൊങ്കാല? ആറ്റുകാൽ രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലായിരുന്നു ഇവിടെ. എന്തെങ്കിലും പ്രത്യേക ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ അമ്മ പൊങ്കാല ഇടാറ്? അതെ, മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ നല്ലത് വരാൻ വേണ്ടി. കൂട്ടത്തോടെ വരികയാണോ? എല്ലാവരും ഒരുമിച്ചാണോ? പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ചാണോ വരുന്നത്? സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ 6 പേര്. ചിപ്പിയെ കണ്ടോ? കണ്ടില്ല. ചിപ്പിയെ കാണാനാണോ നിൽക്കുന്നത്? അതെ ചിപ്പിയെ കാണാനാ. അതായത് ചിപ്പിയെ ഒന്ന് കണ്ടാൽ മതി, അത് കഴിഞ്ഞ് പൊക്കോളാന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് എൻ്റെ ചുറ്റും ഈ നിൽക്കുന്നവരെല്ലാം. അവർക്കൊക്കെ പൊങ്കാല ഇടണം, പക്ഷെ അവർക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, ചിപ്പിയെ ഒന്ന് കാണണം. അതാണ് ഇവരുടെ ആഗ്രഹം. ഗോപാൽ, എങ്ങനെയുണ്ട്? ഗോപാൽ ഈ ഭാഗത്ത് പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? എന്താണ് ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ ഈ ആതിര പറഞ്ഞതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആറ്റുകാലമ്മ എന്ന പ്രാധാന്യം നമ്മൾ ഒരു തരത്തിൽ പറയുമ്പോൾ, വേറൊരു തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചിപ്പി വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടത് ഈ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസിഡറായി ചിപ്പി മാറിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് ട്രോളുകൾ നമ്മൾ കാര്യമായി പാടുന്നു. അപ്പോൾ ചിപ്പിയെ കാണാൻ ഇത്രയും മനുഷ്യർ ഈ കലങ്ങളൊക്കെ നിർത്തിവെച്ച് കാണാൻ ഇറങ്ങുന്ന പോലെ ചിപ്പിയെ കാണാൻ വേണ്ടി ഇത്രയും പേര് വരുന്നു. ചിപ്പി മാത്രമല്ല ഇവിടെ വരിക, സീരിയൽ താരങ്ങളുണ്ട്, സിനിമാ താരങ്ങളുണ്ട്. പഴയ സിനിമാ താരം ജലജ, അവരും മകളും പതിവായി ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടാറുള്ളത്. അതുപോലെ തന്നെ റെബേക്ക എന്ന് പറയുന്ന സിനിമാ സീരിയൽ പതിവായി തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ തന്നെ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്യാവശ്യം റീച്ചുള്ള ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയാസിന്റെ ഒരു അതിപ്രസരം കൂടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ക്യാമറ പാൻ ചെയ്താൽ കാണാൻ പറ്റും. കാരണം ഈ പൊങ്കാലയുടെ പല വിശേഷങ്ങളും കൗതുകങ്ങളും ഉണ്ട്. പൊങ്കാലയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തന്നെ, പൊങ്കാലയെക്കുറിച്ച് പുറമെ പറയുമ്പോൾ തന്നെ നമ്മുടെ പൊങ്കാലയുടെ വിശേഷങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ ഒരുപാട് പല ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചിപ്പിയെ പോലെയുള്ള താരങ്ങൾ പൊങ്കാല ഇടുന്നു, അവരുടെ വിശേഷങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പല തരത്തിലാണ് ആറ്റുകാൽ പൊങ്കാല പുറത്തേക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പൊങ്കാല ഇടാൻ പല ദേശത്തു നിന്ന് വന്നല്ലേ? എപ്പോഴാണ് വന്ന് പൊങ്കാല ഇടാൻ?
കരുനാഗപ്പള്ളി. പല നാടുകളിൽ നിന്ന് വരുന്നവരാ, അപ്പം വരുമ്പം വർഷങ്ങളായി വരുന്നു. അപ്പോൾ അവർക്കിത് അറിയാം കൃത്യമായി വന്ന് എവിടെയൊക്കെ പൊങ്കാല ഇടണം. അപ്പോൾ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാരെയും കൂടെയൊക്കെ ഒന്ന് കണ്ട് അതും അവരുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. ഇതൊരു ഉത്സവമാണ്. ശരി, അതിരെയാണ് വിവരങ്ങൾ നൽകുന്നത്.